സാഹിത്യലോകത്ത് സർഗാത്മകതയുടെ പുതുവസന്തം തീർത്ത എഴുത്തുകാരിയായിരുന്നു കമല സുരയ്യ. പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ടും അവതരണത്തിലെ സവിശേഷത കൊണ്ടും വായനാ ലോകത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ എഴുത്തുകാരി. മനുഷ്യന്റെ ജീവകാമനകളെക്കുറിച്ചും പെൺജീവിതങ്ങളുടെ വ്യഥകളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും തുറന്നെഴുതിയ കമല മലയാള സാഹിത്യത്തിൽ ഒരു കാലഘട്ടം തന്റേതാക്കി തീർത്തു. ആമി ഓപ്പു എന്ന തന്റെ പ്രിയ സഹോദരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു ഡോക്ടർ സുലോചന നാലപ്പാട്. എന്റെ പ്രപഞ്ചത്തിലിരുന്നു കൊണ്ട് വേറിട്ടൊരു പ്രപഞ്ചത്തിനുടമയായ ആമി ഓപ്പുവിനെ കുറിച്ച് എഴുതാനുള്ള ഒരു ശ്രമമാണിത്. കമല സുരയ്യയെക്കുറിച്ച് മാഡം എഴുതിയ എന്റെ ജ്യേഷ്ഠത്തി കമല എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിലെ ഒരു വരിയാണിത്. ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് കളിച്ചു വളർന്ന ജ്യേഷ്ഠത്തിയും അനിയത്തിയുമായിട്ടും കമല സുരയ്യയുടെ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ ഒരു പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഇത്ര വേറിട്ടൊന്നാണെന്ന് തോന്നാൻ കാരണം? പ്രപഞ്ചം വേറെ ആവുന്നത് കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കല് വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളൂ. വാസ്തവം പറഞ്ഞ ഞങ്ങൾ കുട്ടിക്കാലത്ത് കാൽക്കട്ടയിലാണ് ഞങ്ങൾ അച്ഛന് വാൾഫോർഡ് ട്രാൻസ്പോർട്സ് എന്നുള്ള ഒരു ബ്രിട്ടീഷ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അച്ഛനായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ മേധാവി ആ കമ്പനിയുടെ. അച്ഛനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കുട്ടികള് മലയാളവും പഠിക്കണം, ഇംഗ്ലീഷുകാരതെല്ലാം പഠിക്കണം. അച്ഛൻ അങ്ങനത്തെ ഒരു കമ്പനിയിൽ ജോലി എടുക്കുന്ന സ്ഥിതിക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കും നമ്മളെ ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നതും. അപ്പൊ അവരോടൊക്കെ നമ്മൾ മക്കള് നന്നായിട്ട് ബിഹേവ് ചെയ്യാനും സംസാരിക്കാനും പഠിക്കണം. അത് മാത്രം പോരാ, നാട്ടില് വരണമിട്ട് കുട്ടികളെ അവിടെ എല്ലാം മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും ചെറിയ കുഗ്രാമാണ് അന്ന് ഞങ്ങളുടെ പുന്നൂർക്കുളം നാലപ്പാടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ എല്ലാ ആൾക്കാരോടും അവരുടെ ഭാഷയിൽ സംസാരിക്കാനും അറിയാനും അത് രണ്ടും പഠിക്കണം എന്ന് അച്ഛന് അഭിപ്രായം ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിപൂർവ്വം അത് ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ആദ്യത്തെ 5 കൊല്ലം പ്രൈമറി പ്രീ പ്രൈമറി ഒക്കെ ഉള്ളത് കാൽക്കട്ടയിലെ ഏതെങ്കിലും സ്കൂളിൽ ചെയ്യും. അപ്പൊ തന്നെ ഇംഗ്ലീഷിൽ കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കമല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ. കാൽക്കട്ടയിലുള്ള സമയത്ത് പല ഇതിനും അച്ഛൻ ഇങ്ങനെ ഡ്രാമകള് അച്ഛന് വരാൻ പറ്റില്ല എന്ന് വെച്ചാലും അതിനും നമ്മളെ പറഞ്ഞയക്കും. ഫ്രണ്ട്സിന്റെ ആരെങ്കിലും കൂടെ അത് പോയിരുന്ന് കാണും. അതുപോലെ ഇംഗ്ലീഷ് സിനിമകൾ കാണിപ്പിക്കും. അങ്ങനെ ഒരു ഗ്രൂമിംഗ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നാട്ടിലെ വെക്കേഷന്റെ സമയത്താണ് വരുള്ളൂ. ഈ ബാല്യകാലത്തില് 2 സ്ഥലങ്ങളിലായിട്ടാണ് വളരുന്നത്. ഇപ്പോ ഒന്ന് നമ്മൾ പറഞ്ഞ പുന്നയൂർക്കുളവും എന്ന ഗ്രാമവും നാലപ്പാട്ട് വീടും, അതോടൊപ്പം അച്ഛന്റെ ജോലിയും അതുമായി ബന്ധപ്പെട്ട് കൽക്കട്ട നഗരത്തിൽ ഒരുപാട് കാലം ജീവിക്കുന്നു. അപ്പോൾ പുന്നയൂർക്കുളം എന്ന ഗ്രാമവും കൽക്കട്ട എന്ന നഗരവും കമല എന്ന പെൺകുട്ടി കൂടുതൽ ആസ്വദിച്ചിരുന്നത് ഏതായിരുന്നു എന്ന് അറിയോ? നാലപ്പാട്ടായിരുന്നു. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലേ. അമ്മമ്മ വല്യമാമൻ അവരൊക്കെ അല്ലേ. നാലപ്പാട് വീട് മാതിരി കുട്ടികളെ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു വീടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ശബ്ദം ഉയർത്തിയ ഒരു വാക്ക് ഒരു കുട്ടിയെ പറ്റിയിട്ട് പറയില്ല. അന്നൊക്കെ നാലപ്പാട്ട് നമ്മള് വെക്കേഷൻ വരുന്ന സമയത്തായാലും വെള്ളത്തോളുണ്ടാവും, കുറുബുണ്ടാവും, ചങ്ങമ്പുഴ, വലിയ വലിയ ആൾക്കാരൊക്കെ വീട്ടി, പട്ടുകരിപ്പാട്, MRB, അന്നത്തെ ഈ സമരത്തിന്റെ ഒക്കെ സമയമല്ലേ. പന്തിഭോജനം, വിധവാ വിവാഹം, അന്നൂരിമഴ, അതൊക്കെ ഇവിടെയാണ്. വീട്ടിൽ അത് എഴുതിയിട്ടുണ്ട്. നാരായണ മേനോനെ ശിഷ്യപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വീട്ടിൽ അത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. നാലപ്പാട്ടുള്ള ജീവിതം തന്നെയായിരുന്നു. ഒരുപാട് സ്നേഹം കിട്ടി. ചെറുപ്പം തൊട്ടേ സാഹിത്യത്തിന്റെ പശ്ചാത്തലമുള്ള ഒരു അന്തരീക്ഷമാണ് നാലപ്പാട്ട് തറവാട്ട് വീട്ടിലുള്ളത്. കാരണം വലിയമാമൻ എന്ന് വിളിക്കുന്ന നാലപ്പാട്ട് നാരായണ മേനോൻ, അമ്മ ബാലാമണി അമ്മ. സാഹിത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നൊക്കെ ചിലരെ കുറിച്ച് പറയും. പക്ഷെ അങ്ങനത്തെ ഒരു ആവശ്യം പോലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ജനിച്ചു വീഴുന്നതേ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലേക്കാണ്. അപ്പോൾ ആ ഒരു സ്വാധീനം എങ്ങനെയാണ്? കുട്ടികളെ ഒരിക്കൽ വെക്കേഷന് വന്നപ്പോ, ഞാൻ ചെറുതാണ്, മൂത്ത ഏട്ടൻ ഡോക്ടർ മോഹൻദാസ് എന്നാണ് പേര്, ഉണ്ണിയേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഉണ്ണിയേട്ടനും ആമയൊപ്പവും അമ്മാമൻ വിളിച്ചിരുത്തിയിട്ട് ഇപ്രാവശ്യം അവര് കൽക്കട്ടയിൽ വെച്ച് ചെയ്ത കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടൊക്കെ ഈ കുട്ടികളോട് ചോദിക്കും, എന്തൊക്കെ ഉണ്ടായത് അവിടെ എന്ന് ചോദിക്കും. അപ്പൊ ഈ ജവഹർലാൽ റോയുടെ ഒരു നാടകം പോയി കണ്ടു, ഒരു ബംഗാളി നാടകം കണ്ടു. അപ്പൊ അതിനെ പറ്റി പറഞ്ഞു അത്രേ അമ്മാവനോട്. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അമ്മാമൻ തൃശ്ശൂരിൽ പോയിട്ട് അതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ, ഈ ദുജേന്ദ്രലാലിന്റെ ഈ മേവാഡ് പാത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വാങ്ങിയിട്ട് ഈ കുട്ടികൾക്ക് കൊണ്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത സമ്മർ വെക്കേഷനിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഈ നാടകം ഇവിടെ മലയാളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ നാടകം നാലപ്പാട്ട് പൂമുഖത്താണ് കളിച്ചത്. സ്റ്റേജില് ഞങ്ങൾ അടുത്ത വീട്ടിലെ കുട്ടികളും കൂടിയിട്ട് ഒരു ഫ്രണ്ട്സ്. അപ്പൊ എല്ലാ സമ്മർ വെക്കേഷനും പിന്നീട് ഓരോ നാടകം കളിക്കും ഈ നാലപ്പാട്ടും മുറിച്ച് വെച്ചിട്ട്. അതിനാണ് VCDS എന്ന് പറഞ്ഞത്, ബന്ദേരി ചിൽഡ്രൻസ്
ഡ്രമാറ്റിക് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി, അതിൽ ഏട്ടനാണ് അതിന്റെ ലീഡർ. പിന്നെ അതിന്റെ നേരെ താഴെ കമല. ഓരോ വെക്കേഷനും ഒരു നാടകം ഉണ്ടാക്കിയിട്ടുണ്ട് കളിക്കും. ചിലപ്പോ വള്ളത്തോളിന്റെ ഇതായിരിക്കും, അല്ലെങ്കിൽ കരുണ, വാസവദത്ത, പാവങ്ങൾ എനാക്ട് ചെയ്തിട്ടുണ്ട് ഈ കുട്ടികള്. വിക്ടർ യുഗയുടെ ലേ മിസറാബിൾ പറയണ അതിന്റെ അമ്മാമനാണല്ലോ അതിന്റെ ട്രാൻസ്ലേഷൻ ചെയ്തത്. കുറച്ചൊക്കെയായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ചേച്ചിയായി കമലയാ. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനത്തെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാലപ്പാട്ടൊക്കെ തുടങ്ങാൻ ഈ കുട്ടികളാണ് ആമയൊപ്പും ഏട്ടനും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വിചാരിച്ച എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലോട് കൂടി വളർന്ന കുട്ടികളാണ് ഞങ്ങൾ. അതെ, 15-ാം വയസ്സിലാണ് കമല എന്ന പെൺകുട്ടി വിവാഹിതയായി ബോംബെയിലേക്ക് പോകുന്നത്. ഭർത്താവ് റിസർവ് ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് പുന്നയൂർക്കുളത്തേക്കുള്ള ഒരു വരവൊക്കെ കുറഞ്ഞിരുന്നോ? കുറയുമല്ലോ, പിന്നെ പ്രസവിക്കാൻ വരും. നാലപ്പാട്ടാണ് മൂത്ത കുട്ടിയെ പ്രസവിച്ചിട്ടുള്ളൂ, മോനു എംഡി നാലപ്പാട്ട്. രണ്ടാമത്തെ കുട്ടി അച്ഛന് നാലപ്പാട് വീണ് കഴിഞ്ഞ പിന്നെ അച്ഛനൊരു വീടുണ്ടാക്കി അതിന്റെ തൊട്ടന്നെ, സർവോദയം എന്നാണ് വീടിന്റെ പേര്. അവിടെ വെച്ചിട്ടാണ് രണ്ടാമത്തെ കുട്ടി ചിങ്ങൻ ജനിച്ചത്. മൂന്നാമത്തെ കുട്ടി അപ്പോഴേക്കും ഞങ്ങൾ കോഴിക്കോട്ടാണ്, മാതൃഭൂമിയിലൊക്കെയാണ് അച്ഛൻ. അപ്പോ കോഴിക്കോട്ട് വെച്ചിട്ടാണ് ഡെലിവറി ഉണ്ടായിട്ടുള്ളത്. അവര് മുമ്പ് കോഴിക്കോട് ആകാശവാണിയിൽ വന്നപ്പോൾ 1973 കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി അവരുമായിട്ട് നടത്തിയ ഒരു അഭിമുഖമുണ്ട്. അപ്പോൾ അതിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കേട്ടുനോക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇപ്പൊ നിങ്ങൾ എഴുതുന്നത് 2 പേരിലാണല്ലോ. മലയാളത്തിൽ മാധവിക്കുട്ടി എന്നുള്ള പേരിൽ കഥ എഴുതുന്നുണ്ട്, ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിൽ കവിത എഴുതുന്നുണ്ട്. ഇങ്ങനെ 2 പേര് 2 ഭാഷയിൽ ഉപയോഗിക്കാൻ ഉള്ള പ്രേരണ എന്തായിരുന്നു? മലയാളത്തിലെ കഥകൾ പബ്ലിഷ് ചെയ്യാൻ സീരിയസ് ആയിട്ട് ശ്രമിച്ചു തുടങ്ങിയത് 10-19 വയസ്സ് അതിന് ശേഷമാണ്. അപ്പൊ ആ കാലത്ത് എൻ്റെ അമ്മമ്മ ജീവിച്ചിരിപ്പുണ്ട്. അമ്മമ്മയ്ക്ക് ഈ അനുരാഗ കഥകളൊക്കെ വളരെ പുച്ഛാണ്. അതുകൊണ്ട് അമ്മമ്മയെ വ്യസനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഒരു തൂലിക നാമം എടുത്താണ്. കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാഹിത്യകൃതികള് അല്ലെങ്കിൽ സാഹിത്യകാരന്മാര് ആരൊക്കെയാണ്? ടോൾസ്റ്റോയുടെ അന്ന കാരനീന, പിന്നെ ഫ്രഞ്ച് നോവലായ മദാം ബോവറി, ഈ പുസ്തകങ്ങളൊക്കെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്വന്തം കൃതി ഏതാ? എൻ്റെ ആത്മകഥ. അമ്മയുടെ ഒരു സാഹിത്യത്തിലുള്ള കഴിവ് എത്രത്തോളം നേരിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്? ഇപ്പോൾ അവർ തന്നെ എഴുതിയിട്ടുള്ള ഒരു കാര്യം, അമ്മ സാമ്പ്രദായിക രീതിയിലുള്ള ഒരു അമ്മയായിരുന്നില്ല എന്ന്, കുട്ടികളെ ഒരുക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സാഹിത്യത്തിലേക്കുള്ള ഒരു എൻട്രി, അമ്മയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടാവും? അമ്മ എഴുതുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് മൂന്നാറിൽ പോയൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മയുടെ കവിതകൾ വായിക്കുന്നത്. അമ്മ അങ്ങനത്തെ ഒരാളാണ്, എപ്പോഴും ഇങ്ങനെ പിന്നിലേക്ക് നിൽക്കുന്ന ഒരാളാണ്. അമ്മ കവിത എഴുതുന്നത് നമ്മളെ അത് പ്രേരിപ്പിച്ചുകൊണ്ട് എഴുതാന്നുള്ളത് എനിക്കറിയില്ല. അമ്മയ്ക്ക് എന്താന്ന് വെച്ചാല് കുട്ടിക്കാലത്ത് എപ്പിലെപ്സി ഉണ്ടായിരുന്നു, സീസേഴ്സ് വരില്ലേ? അതെ, അപസ്മാരം. അപ്പൊ അമ്മയെ അടുക്കളയ്ക്ക് കേട്ടില്ല. ഇതിങ്ങനെ ഇടയ്ക്ക് വന്ന് വീണാലോ എന്ന് പേടിച്ചിട്ട് ചെറിയമ്മ എല്ലാം ചെയ്യും, അടുക്കള കയറും, കുക്ക് ചെയ്യും, എല്ലാം ചെയ്യും. അമ്മയെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു. അങ്ങനെ വളർന്നതാണ് അമ്മ. കുറെ കവിതകൾ അമ്മ എഴുതിയിട്ടുണ്ട്. ഒരു നോട്ട്ബുക്കിലുള്ള കവിതയും കൊണ്ടാണ് അമ്മ വണ്ടി കയറിയിട്ടില്ല കാൽക്കട്ടയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട്. ഒരൊറ്റെണ്ണം പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാൽക്കട്ട ചെന്നിട്ടാണ് ഫസ്റ്റ് ബുക്ക് പിന്നീട് എഴുതിയ കവിതയും ചേർത്തിട്ട് പൂപ്പുകൈ എന്നുള്ളൊരു കവിതാ സമാഹാരം, നമ്മുടെ ആദ്യത്തെ കവിതാ സമാഹാരം കാൽക്കട്ടയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഉള്ളിലുള്ള സാധനം അമ്മാവന്റെ അടുത്തായിരിക്കും കിട്ടിയത്. ആ നാലപ്പാട്ട് ഒരു ഇതൊന്നായിരിക്കും അമ്മയ്ക്ക് കിട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ അസുഖം ഉണ്ടല്ലോ, അമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യണം, ഒരു ടേബിളും ഒരു എഴുതാനുള്ള സാധനം ഇട്ട് കുട്ടി പെട്ടെന്ന് എഴുതിക്കോളൂ, ഇതൊന്ന് വീടിന്റെ കാര്യം മുഴുവൻ അങ്ങനെ നോക്കേണ്ട കാര്യം വന്നിട്ടില്ല. അച്ഛൻ അങ്ങനെ ഒരു കുട്ടി മാതിരി അമ്മയെ നോക്കിയിട്ടുണ്ട്. ആ VM നായരാണ് ബാലാമണി അമ്മയെ ശരിക്ക് നമ്മൾക്കൊക്കെ കാണിച്ച് വിസിബിൾ ആക്കി നമ്മളെയൊക്കെ കാണിച്ചു തന്നത് VM നായരാണ്. പക്ഷെ ആമ്യോപ്പിന് പിന്നെ എത്രയായാലും മതിയാവില്ല. എന്നെ ഇഷ്ടമില്ല ഇങ്ങനെ തോന്നുന്നില്ല. ആർക്കും ഭയങ്കര ഇഷ്ടമായിട്ടില്ല. അധികം സ്നേഹം ആർക്കാ കിട്ടിയിട്ടില്ല ലോകത്തില്. പക്ഷേ ആത്മകഥ വന്നപ്പോ, എന്റെ കഥ എന്ന ആത്മകഥ വരുന്നത് 1972 അത് സാഹിത്യത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് ഉയർത്തിയൊരു പുസ്തകമായിരുന്നു. അതില് പക്ഷേ ഈ പറഞ്ഞ പോലെ അച്ഛനെ വിമർശിച്ചുകൊണ്ടും കുറച്ച് ഭാഗം ഉണ്ടായിട്ട് അത് അച്ഛന് കുറച്ച് വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? നല്ലോണം വിഷമമായിട്ടുണ്ടായിരുന്നു. അത് ഏത് അച്ഛനായാലും അങ്ങനെ വിഷമം തോന്നുന്ന മാതിരിയാണ് ആമയൊപ്പ് എഴുതിയിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങള് കോഴിക്കോട്ടുള്ള സമയത്ത് ആമയൊപ്പ് അച്ഛൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പുസ്തകം വന്ന് അധികമാവാതെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോ അച്ഛൻ മരിക്കാനുണ്ടായത്. അതിനെ പറ്റിയിട്ടാണ് ആമയൊപ്പ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. കാരണം ആമയപ്പിന് അത് കഴിഞ്ഞ് വളരെ വിഷമമായി. പിന്നെ ടു ലേറ്റ് ഫോർ മേക്കിംഗ് അപ്പ് ഒരു പോയമാണ് കേട്ടോ. ഫാദർ, ഇറ്റ്സ് ടു ലേറ്റ് ഫോർ മേക്കിംഗ് അപ്പ് വിത്ത് യു. ദ ടൈം ഫോർ ഡിബേറ്റ്സ് ഓൺ ഓണർ ഇസ് ഓവർ നൗ.
യു വൺ ഡിഡ്ന്റ് യു? എന്തുകൊണ്ടാണ് അച്ഛൻ ജയിച്ചു എന്ന് പറയുന്നത്? യു ലെഫ്റ്റ് മീ വിതൗട്ട് എ ഗുഡ് ബൈ ഓർ എ ലുക്ക് ദാറ്റ് ടോൾഡ് മീ ഓഫ് യുവർ ഫീലിംഗ്സ് ഫോർ മീ. ഒരു രാത്രി 4:30-4:30 അച്ഛൻ മരിച്ചത്. ഞാൻ ഡോക്ടർ എന്നുള്ള നിലയ്ക്കും പല കാരണങ്ങളെ കൊണ്ട് ഞാനാണ് അവിടെ ഉള്ളത്. മരിക്കുന്ന സമയത്ത് അമ്മയിപ്പില്ല. അവസാനം ചോദിക്കുന്നത് എന്താ? ഷുഡ് ഐ ഹാവ് ലവ്ഡ് യു ഫാദർ മോർ ദാൻ ഐ ഡിഡ്? ദാറ്റ് വാസന്റ് സോ ഈസി ടു ഡു. ഇഫ് ഐ ഹാവ് ലവ്ഡ് അതേഴ്സ് ഫാദർ, I swear I have loved you the most. If I have loved others, Father, I swear I have loved you the most. ആ വിഷമം പൂർണ്ണമായിട്ടും ആ വാക്കുകളിൽ വ്യക്തമാണ്. അതാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കിടന്നിരുന്ന റൂമിൽ കിടക്കുക. ആമിയോപ്പിനെ എത്ര ബുദ്ധിമുട്ടിയിട്ടില്ല എന്നത്. പക്ഷെ റിയലിയല്ല അവിടെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി ആമയായിരുന്നു. നിങ്ങളെ കാട്ടിലൊക്കെ അത് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ ആമിയോപ്പിന് എന്താ പറ്റിയെന്ന് അറിയോ? 16 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിച്ച് പോയില്ലേ. അച്ഛന്റെ കൂടെ ഉണ്ടായിട്ടില്ല അധികം. ഞാൻ കല്യാണം കഴിക്കേണ്ട 24 വയസ്സാണ്, മെഡിസിൻ കഴിഞ്ഞ് അവസാനിച്ച് കഴിഞ്ഞ്. അപ്പോഴേക്കും അച്ഛനെ മനസ്സിലാക്കാൻ കുറച്ചൊരു മെച്യൂരിറ്റി വേണം. ഇങ്ങനത്തെ ഒരു ദേശീയക്കാരനായിട്ടുള്ള ഒരു അച്ഛനെ മനസ്സിലാക്കാനേ. അതിന് മുമ്പ് അവിടെ അങ്ങോട്ട് പോയില്ലേ, കല്യാണം കഴിച്ച് ബോംബെക്കാണ്ട് പോയില്ലേ. അതുകൊണ്ടായിരിക്കും. ചില കുസൃതികളൊക്കെ ഒപ്പിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ രസകരമായ എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയുണ്ടോ? കുസൃതി തന്നെയാണ്. കൗമാരം കഴിഞ്ഞിട്ട് വളർന്നിട്ടില്ല, അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എന്റെ മനസ്സില് ആമിയോപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മകളോ അനിയത്തിയോ എന്റെ ചേച്ചിയാണെന്ന് എനിക്ക്. ഞങ്ങൾ തമ്മിൽ 9 വയസ്സ് വ്യത്യാസമുണ്ട് കേട്ടോ, ഞാനും ആമിയോപ്പും തമ്മില്. എന്നാലും ഇപ്പോഴും ആ ചെറിയ കുട്ടിയായിട്ട് കഴിച്ചു കൂട്ടിയ ഒരു കുട്ടി തന്നെയാണ്. എന്റെ 2 കുട്ടികളും +2 കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് പഠിച്ചു. 2 പെൺകുട്ടികളെ. 2 പേരും ഹോസ്റ്റലിലാണ്. സാറ്റർഡേ സൺഡേ ഒക്കെ ആമിയോപ്പിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് എന്തൊക്കെ ആ കുട്ടികളെ വെച്ചിട്ടുള്ള കളി കളിപ്പിക്കും. ആരെങ്കിലുമൊക്കെ വന്നാല് വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും, പേരൊന്നും ഞാൻ പറയുന്നില്ല, വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. അവരോട് പറയും, ഇത് അനുരാധയാണ്, എന്റെ അനിയത്തിയുടെ മകളാണ്, എന്റെ ബ്രദർ പഠിക്കുന്നു. എന്നിട്ട് പറയാ, അവൾക്ക് വലിയ ആരാധനയാണ് താങ്കളെ, വളരെ മോഹമുണ്ട്, താങ്കളുടെ ഓട്ടോഗ്രാഫൊക്കെ വേണമെന്ന്. എന്നിട്ട് അപ്പൊ അല്ലാതെ പിടിച്ചു വരുന്ന അല്ലാതെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അല്ലാതെ ഓട്ടോഗ്രാഫ് ബുക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു കടലാസിൽ എന്നിട്ട് ആ ആളെ കൊണ്ട് ഒപ്പിടിയിക്കുക. ഇങ്ങനെ ഓരോന്ന് കളി കളിച്ചുകൊണ്ടിരിക്കുക. അത് അമ്മൂപ്പിന്റെ ഒരു ഇതാണ്. എന്നിട്ട് പറയാം, അയ്യോ ഈ കുട്ടിക്ക് ഈ അമ്മൂനെ താങ്കളെ കൈ പിടിച്ചിട്ട് കാറിന് കയറ്റി വിടണമെന്ന് വല്ല മോഹമുണ്ട്, അപ്പൊ അവള് കൊണ്ടുപോയിക്കോട്ടെ എന്ന് അവള് കൈ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി. ഇങ്ങനെ ഓരോന്ന് അതൊരു വല്ലാത്തൊരാളാണ് അത്. ഞാൻ കുട്ടിക്കളി മാറിയിട്ടേ ഇല്ല ഒരിക്കലും. രാജേഷിനും കൂടും എന്റെ സാധനത്തിനൊക്കെ. മനസ്സിൽ ഒരു കളങ്കമില്ലാത്ത ഒരാളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അതുപോലെ തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചില തീരുമാനങ്ങൾ, ഇപ്പോ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു, പെട്ടെന്നൊരു ദിവസം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, അതൊക്കെ ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞൂടെ? പിന്നെ ചെങ്കൽ ചൂളയിലൊക്കെ പോയി എല്ലാവരും കണ്ടു. ആ പെണ്ണുങ്ങളൊക്കെ എന്തിഷ്ടായി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എല്ലാവരും എന്നൊക്കെ പറഞ്ഞ ആമയപ്പൂ വിചാരിച്ച അവരൊക്കെ വോട്ട് കിട്ടും. നോക്കിയപ്പോ വോട്ടൊന്നുമില്ല, കിട്ടിയില്ല. കെട്ടിവെച്ച പൈസ. എന്നിട്ട് 2 ആഴ്ച എന്റെ അടുത്ത് വന്ന് താമസിച്ചു, സങ്കടമായിട്ട്, ഡിപ്രസ്ഡ് ആയിട്ട്. അപ്പൊ ജയിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? പിന്നെ ഇവരെല്ലാരും കെട്ടിപ്പിടിച്ചില്ലേ, കെട്ടിപ്പിടിച്ച് ഒന്നിച്ചില്ലേ, അപ്പൊ വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ലേ, കാശൊന്നും കൊടുത്തില്ലല്ലേ, ആമയപ്പിന്റെ അടുത്ത് പൈസ ഒന്നല്ലേ കൊടുക്കാൻ, കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ. അങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ കുട്ടിയാണെന്നുള്ളൊരു മാതിരിയാണ് എടുത്തിട്ടുള്ളത്. അച്ഛൻ മാത്രം മനസ്സിൽ തോന്നി എന്തെങ്കിലും ഒന്നും പറയും, അമ്മയൊന്നും പറയില്ല. ആമി അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ആളായിരുന്നില്ലേ. അവരെ നമുക്കൊരു കള്ളിയിൽ ഒതുക്കി നിർത്താവുന്ന ഒരാളല്ല. ഇപ്പൊ ഒരു പ്രത്യേക മതം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഷയിൽ എഴുതുന്നയാള് അല്ലെങ്കിൽ കവിത എഴുതുന്ന ആളോ കഥ എഴുതുന്ന ഇങ്ങനെയൊന്നും. അങ്ങനെ വന്നൊരു കാര്യമായിരുന്നു ഈ മതപരിവർത്തനം എന്നുള്ളത്. അതിനെങ്ങനെയാണ് കുടുംബമൊക്കെ നോക്കിക്കണ്ടത്? ഞാനാണ് യംഗസ്റ്റ്. ഞാൻ 40-ൽ ജനിച്ച ആളാണത്. 47-ലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടലും. 45 തൊട്ടിട്ട് അവിടെ ആകെ യുദ്ധത്തിന്റെ സമയത്തൊക്കെ കാൽക്കട്ട ഭയങ്കര മോശമായിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഈ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് തുടങ്ങി. ആ കാലത്ത് ഞങ്ങളുടെ അടുത്ത് ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. മുസ്ലിംസ് വേറെയാണ്, ക്രിസ്ത്യൻസ് വേറെയാണ്. ഇങ്ങനത്തെ ഒരു സാധനം ഈശ്വരൻ സഹായിച്ചിട്ട് നാലപ്പാട്ടിന്നോ കൽക്കട്ടയെന്നോ ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അത് വലിയ അസറ്റായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ ഡിസൈഡ് ചെയ്യണതാണ്.
ഒരുപാട് കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഒരു നഗരത്തിലാണ് കുട്ടിക്കാലം മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ. ഈ ഒരു വ്യത്യാസങ്ങള് അമ്മയോ അച്ഛനോ ആരും ഞങ്ങളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ അവനവന്റെ ഒരു ഇതാണ്. എന്റെ മനസ്സിലുള്ള ഒരു ഫീലിംഗ് അമ്മപ്പ് എഴുതിയിട്ടുള്ളത് തന്നെയാണ്. ഐ പ്രിഫർ ടു ടെൽ ദ ട്രൂത്ത്. എനിക്ക് സത്യം പറയണം എന്നാണ് മോഹം. ലൈങ് ഇസ് എ സിൻ. നുണ പറയാൻ പാടില്ല, എഴുതിയിട്ടുള്ളതാണ്. അത് പാപമാണ്. പക്ഷെ എന്നെ പറ്റി നുണ പറയുന്നതില് തെറ്റ് കുഴപ്പമില്ല. ബാക്കിയുള്ളവരെ പറ്റി നുണ ഞാൻ പറയാൻ പാടില്ല. അപ്പൊ ആ എഴുത്തിനെ പറ്റിയുള്ള ഒരു സാധനമാണ് പറയുന്നത്, എഴുതുന്നത്. എന്തെങ്കിലും നമ്മൾ സമൂഹത്തിന് ശരിയല്ല എന്ന് തോന്നണ എന്തെങ്കിലും സാധനം ആമിയപ്പൂ എന്റെ കഥയിലോ ഏതിലെങ്കിലും എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ പരമേശ്വരമ്മ ഞാൻ ചെയ്തു എന്ന് എഴുതുന്നതിന് വരെ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് എഴുതുക. അതിൽ തെറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് എ സിൻ എന്നാണ് ആമിയപ്പിന്റെ ആ വാക്കുമ്പോൾ മനസ്സിലാവേണ്ടത്. ബാക്കിയുള്ളവരുടെ ഒരു അനുഭവം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് നല്ലോണം മനസ്സിലായ എങ്ങനെയാണ് ഇതൊക്കെ എഴുതിയതെന്ന് ഏകദേശം നമുക്ക് പിടികിട്ടും. അതും ദാസേഷനും കുഴപ്പമില്ല. സാധാരണ ഒരു ഭർത്താവാണെങ്കിൽ എഴുതിയത് ചേട്ടനെ അറിയാം, ചേച്ചിയെ അറിയാം. മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയുടെ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മലയാള സാഹിത്യത്തിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഒരുപോലെ തിളങ്ങിയ ഒരു വലിയ പ്രതിഭയായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കമലാദാസ് എന്ന തൂലിക നാമത്തിൽ എഴുതിയത് ആഗോള പ്രശസ്തി നേടിയ ഒരുപാട് കവിതകളുണ്ട്. അത് നമ്മൾ മലയാളികൾ അത് യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. എഴുത്ത് ഞാൻ പല മീറ്റിങ്ങിലും ഇതുപോലെ അവരെ ആദരിക്കാനുള്ള മീറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരൊറ്റ ആൾ ഇംഗ്ലീഷിലെ വായിച്ചുള്ള ആൾക്കാർ ആരും അവരെന്നോട് അതിനെ പറ്റിയൊന്നും ചോദിക്കലുണ്ടായിട്ടില്ല. അത് വല്ലാത്തൊരു ഫ്ലോ ആണ്. പനിമേലിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിച്ച സമയത്ത് ഞാൻ കാലത്ത് അമ്മയ്ക്ക് വല്ലാണ്ട് ഡിപ്രസ്ഡാ. രാത്രി ഒന്നും എനിക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു. സങ്കടമാണ്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എപ്പോഴും അവരെ സുഖമെന്നൊക്കെ ചോദിച്ചിട്ട് വിടും. അപ്പൊ ഞാൻ പറഞ്ഞു ആമിയപ്പൂ എഴുതുവോ, മനസ്സിൽ തോന്നണതാണ്ട് എഴുതിക്കോളൂ. അപ്പൊ പറഞ്ഞു എഴുതാൻ എനിക്ക് പറ്റണില്ല, പക്ഷെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഓരോ വരികൾ വരിക. അത് കഴിഞ്ഞങ്ങോട്ട് പോയ കാലത്ത് ഞാൻ നീക്കുന്ന സമയത്ത് അതൊക്കെ മറന്നുപോയിണ്ടാവും. അപ്പൊ അന്നൊക്കെ ഈ റെക്കോർഡിംഗ് മെഷീൻ ഒരു ചെറിയ സാധനം ഉണ്ട്. ഒരു സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് പറയുക, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ? റെക്കോർഡാവും അതിലേക്ക്. അപ്പൊ നമ്മൾ ആമിയപ്പൂ എന്റെ മനസ്സിൽ തോന്നിയത് ഉണരണ സമയത്ത് തോന്നിയെന്ന് വെച്ചാൽ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങോട്ട് പറഞ്ഞോളോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കാലത്ത് പോവും. വൈകുന്നേരം ആകുമ്പോഴേക്കും ആമിയപ്പൂ കുറെ സാധനം അതിന്റെ ഉള്ളിലുണ്ടാവും, ഈ രാത്രി തോന്നിയ സാധനങ്ങൾ. ഞാൻ എന്ത് ചോദിച്ചാൽ ഉണ്ണിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അത് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് വൈകുന്നേരം ആവണ സമയത്ത് എഴുതിയിട്ട് ട്രാൻസ്ക്രിപ്റ്റ് ഇങ്ങോട്ട് ഉണ്ണി ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് അത് കൊണ്ടിട്ട് വരും. ഇത് ഇംഗ്ലീഷാണോ മലയാളമാണോ? ഇംഗ്ലീഷ്. ഒരൊറ്റ വാക്ക് മാറ്റിയിട്ടില്ല. 14 പോയം അതിൽ ആനമലയ പോയംസ് എന്നിട്ടുള്ള 14 പോയംസ് ഉണ്ട്. ആനമലയിൽ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുമ്പോൾ എഴുതിയിട്ടുള്ള പോയംസ് ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. ഒരു വെള്ളച്ചാട്ടമാതിരി വരികയാണ്. ഒരെണ്ണം പോയമാണ്, 4 വരികയാണ്. When I die, don't throw the meat and bones away. When I die, don't throw the meat and bones away, but pile them up and let them tell by their smell what life was like, what love was like. ലോകം മുഴുവൻ എത്ര യൂണിവേഴ്സിറ്റീസിലാണ് പോയിട്ട് സംസാരിച്ചിട്ടുള്ളത്. അവരൊക്കെ ഒരു ഡോക്ടറേറ്റ് കൊടുക്കും. 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ആളാണ്. 5-6 ഡോക്ടറേറ്റ്സ് ഉണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. 10 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അവര് നമ്മളുടെ അളവ് പോലെ വെച്ച് വളക്കാവുന്ന ഒരാളല്ല, വലിയൊരാൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. എൻ്റെ ജീവിതം തന്നെ എനിക്ക് ഇടയ്ക്ക് വളരെ ഭംഗിയുള്ളൊരു കവിതയായിട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് വ്യസനം അനുഭവിക്കുമ്പോൾ, ഇല്ലെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ എന്നോട് വളരെ നന്നായിട്ട് പെരുമാറുമ്പോൾ. കഥകളായും കവിതകളായും ആ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വീണ സ്നേഹാക്ഷരങ്ങൾ കൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒട്ടനവധി ആരാധകരെ നേടിയെടുത്തു കമല സുരയ്യ. കാലം മുന്നോട്ടു പോകുന്നു, സാഹിത്യം പുതുവഴികൾ തേടുന്നു. ഇപ്പോഴും മാധവിക്കുട്ടി കൂടുതൽ വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മലയാളിയുടെ പ്രിയ എഴുത്തുകാരി കമല സുരയ്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് സഹോദരി ഡോക്ടർ സുലോചന നാലപ്പാട്. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.